ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിൽ പോയേക്കുമായിരുന്നു, ശബരിമലയ്ക്ക് പോയേച്ച് ഇന്നാണ് വന്നത്. അപ്പം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് പച്ചക്കറികൾ ഒന്നുമില്ല. അപ്പം ഞാൻ ഓർത്തെന്നാലൊരു ടൊമാറ്റോ ഗൊജ്ജുണ്ടാക്കി ചിത്രാന്ന ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ്. അതാകുമ്പോൾ പെട്ടെന്നാകും. നമുക്ക് കർണാടകക്കാരുടെ ഒരു സ്പെഷ്യലാണത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കർണാടകയുടെ ഒരു നാസ്ത എന്ന് പറയാം, അല്ല ഉച്ചയ്ക്ക് പിള്ളേർക്ക് ടിഫിൻ ബോക്സ് കെട്ടാൻ എല്ലാത്തിനും നല്ലതായിരിക്കും. ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇന്ന് അതങ്ങ് ഉണ്ടാക്കാൻ പെട്ടെന്നാകുമല്ലോ എന്ന് ഓർത്ത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം. വരും വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തക്കാളിയേന് തന്നെ കുറെ കിട്ടി. ഇനിയും കുറെ കൂടെ പഴുക്കാനുണ്ട്. കണ്ട നമുക്കിത് നമ്മുടെ ചിത്രാന്ന ഗൊജ്ജ് തയ്യാറാക്കാനായിട്ട് ഇതിലേക്ക് ആദ്യമായിട്ട് വേണ്ടിയത് നമുക്ക് സവാളയാണ്. ഞാനിവിടെ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. അപ്പം അത് അവരവരുടെ ഇഷ്ടത്തിന് എടുക്കുക, എത്ര വേണോ അത്രയും എടുക്കുക. നമുക്ക് ഇത് നീളത്തിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പം നാട്ടിൽ പോയിച്ച് വന്ന കാരണം പച്ചക്കറികളൊന്നും ഇല്ല. പിന്നെ ഉള്ളിയൊക്കെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. തക്കാളി എൻ്റെ ചെടിയിൽ ഒരു 5-6 തക്കാളി ഉണ്ടായിരുന്നു, അത് പറിച്ച്. പിന്നെ പച്ചമുളകും 5-6 നിപ്പുണ്ടായിരുന്നു, അതും കൂടെ പറിച്ച് ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു കറി അങ്ങ് വെക്കാമെന്ന് കരുതിയാണ്. ഇവിടെ എല്ലാവർക്കും ചിത്രാന്നയൊക്കെ വലിയ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്യത്തില്ലായിരിക്കാം, പക്ഷേ ഇവിടെ ഞങ്ങളതൊക്കെ വെക്കും. നമുക്ക് പെട്ടെന്നൊരു ഊണ് തയ്യാറാക്കാം. ഇത് ഒരു കറിയാകും. ഇതിന് ഇതിങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഉള്ളി അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത് തക്കാളി വേണം. തക്കാളി ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചെടിയിൽ 5-6 തക്കാളി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അത് പറിച്ചെടുത്തോണ്ട് വന്നതാണ്. നല്ലതായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ദിവസം ഇവിടെ ആരും ഇല്ലാഞ്ഞ കാരണം അതേ നിന്നതങ്ങ് നന്നായിട്ട് പഴുത്ത്. നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ കൂട്ടുകാരെ, നാട്ടിൽ പോയപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നല്ല കത്തി കണ്ട്. കത്തി എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇപ്പം ഞാൻ ഈ വെച്ചരിയുന്ന കത്തിയെ ഇത് അവിടെ കണ്ട് നോക്കിയപ്പോൾ നല്ല ഷാർപ്പുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ഇതെടി എവിടുന്ന് മേടിച്ചാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവിടെ വീടിൻ്റെ അടുത്ത് വന്നൊരു വീട്ടിൽ അവിടെ കടയുണ്ട്, അവിടുന്ന് മേടിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പോയി ഒരു കത്തി മേടിച്ച്. നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. നല്ലതായിട്ട് ഇതായി അരിയാൻ നമുക്ക് 40 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില. ഞാൻ അങ്ങനെ 2 കത്തിയും മേടിച്ചു. അപ്പം അത് അരിഞ്ഞിട്ട് നല്ലൊരു സുഖം, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുന്നത്. നമുക്ക് തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ച്, പിന്നെ തക്കാളി നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം. നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാവേ. അപ്പം ഞാനിവിടെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിന് തക്കാളി ഇച്ചിരി ഏറെ ഇടണം. ഇതിന് പുളിപ്പുരസമാണ് കൂടുതൽ എന്നും പറഞ്ഞാൽ അങ്ങ് ഒത്തിരി അങ്ങ് പുളിയാകരുത്. നമുക്ക് ഈ തക്കാളിയും കൂടെ അരിഞ്ഞെടുക്കാം. അടുത്തത് വേണ്ടിയത് പച്ചമുളകാണ്. നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളക്. ഞാനിപ്പോൾ അപ്പുറത്ത് അടുക്കള വശത്ത് നിൽപ്പുണ്ട് പച്ചമുളക്, അവിടെ നിന്ന് ഇച്ചിരി പറിച്ചുകൊണ്ട് വന്നതാണ്. ഇതിന് എരിവ് കുറവാണ് കേട്ടോ. നമുക്ക് ഈ പച്ചമുളകും കൂടെ കീറിയിടാം. എനിക്ക് പച്ചമുളക് ഇങ്ങനെ അരിയാൻ പേടില്ല. ഇതിലേക്ക് നമുക്ക് ആദ്യമായിട്ട് കപ്പലണ്ടി വറുത്തെടുക്കാമേ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കപ്പലണ്ടി ഇട്ട് കൊടുക്കണം. നമ്മുടെ പച്ചക്കപ്പലണ്ടി തന്നെ.
നിലക്കടല, ഞങ്ങളുടെ അവിടെ കപ്പലണ്ടി എന്ന് പറയും, ഒരിടത്ത് നിലക്കടല എന്ന് പറയും. നമുക്കിത് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് കളർ മാറി എടുക്കണം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ വറുത്ത കപ്പലണ്ടി ഉണ്ടല്ലോ, ഉപ്പ് രസമുള്ള ഒരു കപ്പലണ്ടി, അതാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാനിവിടെ വറുത്ത് വെക്കൂ. ഇപ്പം എനിക്ക് വറുക്കാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. നമുക്കിതൊന്ന് വറുത്ത് കോരി മാറ്റാം. നമ്മുടെ നിലക്കടല ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാതെ, അത് നമ്മുടെ ആവശ്യം എത്രയാന്ന് വെച്ചാൽ അത്ര ഇടാം. കടലപ്പരിപ്പ് ഇതൊക്കെ ഏറെ ഇടുന്നത് നല്ലതാണ്. ഇത് നന്നായിട്ടൊന്ന് കളർ മാറി മൂത്തെടുക്കാം. പരിപ്പ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി എണ്ണയൊക്കെ ഏറെ ഇരിക്കുന്നത് നല്ലതാ. എണ്ണ മൂത്തിട്ടുണ്ട്. കടുകിടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരി വെച്ചേക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഇത്രയും ഇട്ട് കൊടുക്കാം. ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേഗട്ടെ നന്നായി. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പ് തികഞ്ഞില്ലായിരുന്നു. ഞാനൊരു ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തൊരു ശകലം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില ഞാൻ സേലത്ത് പോയപ്പോൾ അവിടുന്ന് വീട്ടിലെ ചെടിയെന്ന് പറിച്ചുകൊണ്ട് വന്നതായിരുന്നു. അപ്പോൾ ഇത്രയും ദിവസമായിട്ടും അത് നമുക്ക് ഒരു കേടും വന്നിട്ടില്ല, ഉണങ്ങിയിട്ടും ഒന്നുമില്ല, പച്ചയ്ക്ക് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് ജീരകം ഇടാവേ. നമുക്ക് എത്രയും വേണം അത്ര, ഒത്തിരി ജീരകം വേണ്ട. ഞാൻ കണ്ട ഒരു 3/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൈയുടെ വെള്ളയെ വെച്ച് ഇങ്ങനെ ഒന്ന് ഞെരടി വെച്ച് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പല്ലല്ലോ, കപ്പലണ്ടിയും നമ്മുടെ കടലപ്പരിപ്പും അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്ന ഒരു മുറി നാരങ്ങാ നീരാണ്. അത് ഓപ്ഷനല്ല, അവിടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഒരു മുറിയെ ഇവിടെ ചേർത്തിട്ടുള്ളൂ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് ഇച്ചിരി മല്ലിയിലയും കൂടെ ചേർക്കാം. ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കഴുകി അരിഞ്ഞു വെച്ച മല്ലിയില. ഇതിനിവിടെ ചിത്രാന്ന ഗൊജ്ജ് എന്നാണ് പറയുന്നത്, ഗൊജ്ജ്. അങ്ങനെ നമ്മുടെ ചിത്രാന്ന ഗൊജ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത്രയും ഗൊജ്ജിന്റെ ആവശ്യം എനിക്കില്ല. അത് കാരണം ഞാൻ കുറെ ഗൊജ്ജിങ്ങി മാറ്റുകയാണ്. മാറ്റി വെച്ച് നമുക്ക് ചിത്രാന്ന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഈ ഗൊജ്ജ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമേ, 2-3 ദിവസമൊക്കെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചിത്രാന്നയാക്കുന്നതെന്ന് നോക്കാം. ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഇടണം. ഞാനിവിടെ കുക്കറിനകത്തായിരുന്നു റൈസ് വേവിച്ചത്. നമുക്ക് റൈസ് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഗൊജ്ജ് ഏറെ റൈസ് വിട്ട് നിറയെ റൈസ് വിട്ട് നമുക്ക് ചിത്രാന്ന ഗൊജ്ജ് ചേർത്തിട്ട് ചിത്രാന്ന ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞങ്ങൾക്കിവിടെ എത്ര വേണോ ഞാൻ അത്രയാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാനും മോനും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ, അതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് മതിയായിരുന്നു. ഇപ്പം നമുക്ക് നോക്കണം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പൂടൊക്കെ ചേർത്ത് കൊടുക്കാം. ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്. നല്ല സൂപ്പർ ചിത്രാന്നയാണ്. അങ്ങനെ നമ്മുടെ ചിത്രാന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ചിത്രാന്ന ഗൊജ്ജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഗൊജ്ജ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് കുറച്ച് ദിവസത്തേക്ക് എടുക്കാമേ. അഴുക്കാകത്തൊന്നുമില്ല. തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചെടുക്കാമേ. പിന്നെ നമ്മുടെ ചിത്രാന്ന ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, നമുക്കിത് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കാവേ. കറി വേണമെന്നൊന്നുമില്ല. പിന്നെ ചിലർ തൈര് ഒഴിച്ച് കഴിക്കും, അച്ചാർ കൂട്ടി കഴിക്കും, പപ്പടം കൂട്ടി കഴിക്കും. എനിക്ക് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടമേ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ലഞ്ച് ബോക്സിനകത്തൊക്കെ ഇട്ട് കൊടുത്തു വിടാനൊക്കെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഉച്ചക്കത്തെ ലഞ്ചായിട്ടും കഴിക്കാം. നമ്മുടെ ഇഷ്ടം. നല്ലൊരു കർണാടകക്കാരുടെ ഭയങ്കര ഫേമസ് ആണ് ചിത്രാന്ന എന്ന് പറയുന്നത്. ഞാൻ സ്ഥലത്ത് ചെല്ലുമ്പം എൻ്റെ ഫാദറിലോയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പുള്ളിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത്. അവിടെ ഈ റൈസാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.